മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഗംഗേട്ടനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനെക്കുറിച്ച് ഇനിയെങ്കിലും പറയുന്നതാണ് നല്ലത്. അവൻ്റെ പേര് അന്ന് പറഞ്ഞു, പക്ഷേ അവൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ വൈജയന്തിയോട് തന്നെ ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചോളാം എന്നൊക്കെ വാശി പിടിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ വൈജയന്തിയെ ഫോൺ ചെയ്യേണ്ട, ഞാൻ തന്നെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അന്ന് ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നീട് അവനെ കണ്ടിട്ടില്ല. അവനുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. അന്നത്തെ അഡ്രസ്സ് മാത്രമേ എനിക്കറിയാവൂ എന്നൊക്കെ ഇങ്ങനെ തുറന്ന് പറയുകയാണ് ഗംഗേട്ടൻ. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ത് ആങ്ങളമാരാണ്? ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവനെ വെറുതെ വിടാവോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവനെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിച്ചാൽ പോരായിരുന്നോ? എന്തിനാ എൻ്റെ ജീവിതം വെറുതെ നശിപ്പിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റുപറ്റിപ്പോയി ബാലചന്ദ്ര, നീ ക്ഷമിക്ക്. അല്ല, എന്താ നിൻ്റെ ഉദ്ദേശം? അവനെ കണ്ടിട്ട് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അലീന ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു, എൻ്റെ അടുത്ത് നിന്ന് പോവുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതും വൈജയന്തിക്ക് വേണ്ടിയിട്ട്. വൈജയന്തി ഒരു മനസാക്ഷിയും അവളോട് കാണിച്ചിട്ടില്ല. എന്നിട്ടും ആ പെൺകുട്ടി അമ്മ നല്ലതുപോലെ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവിടുന്ന് പടിയിറങ്ങുകയാണ്. എൻ്റെ വീട്ടിൽ വന്നും കുറേ ദുരിതം അനുഭവിച്ചു, പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പിന്നെ അവളുടെ അച്ഛനെ തന്നെ അങ്ങ് ഏൽപ്പിക്കാമെന്ന് കരുതി എന്നൊക്കെ പറയുമ്പം ഗംഗേട്ടനാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഗംഗൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഇത്രയും കാലം ആ കുട്ടി ദുരിതം അനുഭവിച്ചു, ഇനിയും ദുരിതത്തിലേക്ക് തള്ളിവിടണോ? ആ സ്റ്റാൻലി എന്ന് പറയുന്നവർ നല്ല കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വെറുതെ അത് തകർക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, അത് ശരി, എൻ്റെ ജീവിതം നിങ്ങൾക്കൊക്കെ തകർക്കാം, അവൻ്റെ ജീവിതം തകർക്കാൻ പാടില്ലെന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരം മുട്ടിയിട്ട് ഞാനൊന്നും പറയുന്നില്ല, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്ന് മറുപടി കൊടുക്കുകയാണ് ഗംഗൻ. അങ്ങനെ പിന്നീട് ബാലചന്ദ്രനും ഗോവർദ്ധനനും തീരുമാനിച്ചുറപ്പിച്ച് സ്റ്റാൻലിയെ തേടിയിട്ട് ഇറങ്ങുകയാണ്.